ആവേശത്തിന് തുടക്കമാകുന്നു. EVM വോട്ടുകൾ എണ്ണിത്തുടങ്ങിയിരിക്കുന്നു. പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയപ്പോൾ തീർച്ചയായിട്ടും അത് ഒരു LDF അനുകൂല തരംഗം സ്വാഭാവികമായിട്ടും അത് കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ UDF മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഓരോ മണ്ഡലത്തിലും പ്രതീക്ഷിച്ച മണ്ഡലത്തിൽ പോലും LDFന് വേണ്ട രീതിയിൽ മുന്നേറാൻ സാധിക്കുന്നില്ല ആദ്യഘട്ടത്തിൽ എന്നാണ് ഇപ്പോൾ ഈ ആദ്യ മണിക്കൂറുകളിലെ ഫലസൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ, ഒന്നരയോ മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇത് കൂടുതൽ ശക്തമാകും. ആർക്കായിരിക്കും മുന്നേറ്റം ഉണ്ടാവുക, ആരായിരിക്കും ഭരണത്തിൽ എത്തുക എന്നതിൻ്റെ ഒരു ട്രെൻഡിങ് നേർചിത്രം നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും EVMകൾ എണ്ണിത്തുടങ്ങിയിരിക്കുന്നു. ചില ബൂത്തുകളിൽ, അതായത് കൗണ്ടിംഗ് ബൂത്തുകളിൽ ഒന്നും തന്നെ എണ്ണൽ തുടങ്ങിയിട്ടില്ല എന്ന വാർത്തയുണ്ട്. ചില കൗണ്ടിംഗ് റൂമുകൾ, സ്ട്രോങ് റൂമുകൾ തുറന്നില്ല എന്ന വാർത്തയുണ്ടായിരുന്നു. കളമശ്ശേരിയിലെ സ്ട്രോങ് റൂം താമസിച്ചാണ് തുറന്നത്. എറണാകുളം കളമശ്ശേരിയിലെ സ്ട്രോങ് റൂം താമസിച്ചാണ് തുറന്നത്. അങ്ങനെ ഇപ്പോൾ ഏതാണ്ട് എല്ലാ സ്ട്രോങ് റൂമുകളും തുറന്ന് എണ്ണൽ തുടങ്ങിയിരിക്കുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയിരിക്കുന്നു. UDF വ്യക്തമായ ഒരു ലീഡ് ആദ്യഘട്ടത്തിൽ കാണിക്കുന്നുണ്ട്. NDA 5-6 സീറ്റുകളിൽ ലീഡ് കാണിക്കുന്നുണ്ട്. അതുപോലെ ബാക്കിയുള്ള സീറ്റുകളിലൊക്കെ തന്നെ LDF ലീഡ് ചെയ്യുന്നു. 60-70 സീറ്റുകൾ UDF ലീഡ് ചെയ്യുമ്പോൾ ഒരു 40-50 സീറ്റുകൾ LDF ലീഡ് ചെയ്യുന്നു എന്നാണ് ആദ്യഘട്ടത്തിൽ ഇതിങ്ങനെ പറയുന്നത്. ഞങ്ങൾ ഇത് നൽകി പ്രേക്ഷകർ കാണുമ്പോഴേക്കും ലീഡ് നില മാറി മറിഞ്ഞേക്കാം. എന്നാലും ആദ്യഘട്ടത്തിൽ, ആദ്യ മണിക്കൂറുകളിൽ തീർച്ചയായിട്ടും UDF വ്യക്തമായ ഒരു ലീഡ് ഉണ്ടാക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ ബംഗാളിൽ NDA മുന്നണി, BJP മുന്നണി ലീഡ് ചെയ്യുന്നു എന്നുള്ള ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ DMK തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. അസമിലെ വിവരങ്ങൾ അറിഞ്ഞു വരുന്നതേയുള്ളൂ. അപ്പം ബംഗാളിൽ BJP തവണ ഭരണം പിടിക്കും എന്നുള്ള ഒരു ഉറച്ച പ്രതീക്ഷയിലാണ് ഇപ്പോൾ അമിത്ഷാ അടക്കമുള്ള ആളുകൾ പ്രസ്താവനകളൊക്കെ തന്നെ, രാവിലെ ബൈറ്റുകളൊക്കെ തന്നെ നൽകിയിരിക്കുന്നത്. പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ബംഗാളിൽ നടക്കുന്നത് എന്നാണ് സൂചനകൾ. കേരളത്തിൽ UDFൻ്റെ ഒരു മുന്നേറ്റമാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് ദൃശ്യമാകുന്നത്.